ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിന്റെ നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആത്മതപനത്തിന്റെയും ഒതുക്കത്തിന്റെയും നാളുകളാണ് നോമ്പിന്റെ കാലഘട്ടം. അനുതാപ ഹൃദയത്തോട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവിക മൂല്യങ്ങളുമായുള്ള ബന്ധത്തിൽ അകന്നു പോയതിനെ ഓർത്ത് അനുദപിച്ച ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനും നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. അതിന് ഈ വർഷത്തെ നോമ്പിന്റെ കാലയളവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും യേശുവിനുണ്ടായ പരീക്ഷകളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഭാഷകളിലൊക്കെ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ആധുനിക വിവർത്തനങ്ങൾ പ്രലോഭനങ്ങൾ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രലോഭനങ്ങൾ നമ്മെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. യേശു പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് യേശുവിനുണ്ടായ പരീക്ഷകളെ നാം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനുണ്ടായ രണ്ടാമത്തെ പരീക്ഷയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിക്കൊണ്ട് നീ ദൈവത്തിനെങ്കിൽ താഴേക്ക് ചാടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ് യേശു നേരിടുന്നത്. ടെംപ്റ്റേഷൻ ഫോർ അഡ്വർടൈസ്മെന്റ്. പ്രശസ്തി കിട്ടുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ എങ്ങനെ പ്രശസ്തരായിത്തീരണമെന്നുള്ളത് നാം എല്ലാവരും തീരുമാനിക്കേണ്ടതുമാണ്. യേശുവിനുണ്ടായ പരീക്ഷ വളരെ ഉയർന്ന ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിന്ന് ചാടുക എന്നുള്ളതായിരുന്നു. നീ അങ്ങനെ ചെയ്താൽ നിന്നെ എല്ലാവരും ആരാധിക്കും, നീ ദൈവത്തിന് അംഗീകരിക്കപ്പെടുമെന്നുള്ള പരീക്ഷ യേശുവിനുണ്ടാകുന്നു. എന്നാൽ യേശുവിന്റെ ഓരോ വാക്കും ഓരോ നീക്കവും താൻ വിശ്വസിച്ചിരുന്ന ദൈവരാജ്യ മൂല്യങ്ങളുമായുള്ള ബന്ധത്തിലായിരുന്നു. യേശു തനിക്കുണ്ടാകുന്ന പരീക്ഷകളെ അതിജീവിക്കുന്നു. യേശു നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവമായ കർത്താവിനെ പരീക്ഷിച്ചല്ല ദൈവമെന്ന് നാം അനുഭവിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞ് ജീവിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ പുത്രന്മാരായി പുത്രിമാരായി തീരേണ്ടത്. യേശു ആ പരീക്ഷയെ അതിജീവിക്കുന്നു. പൈശാചിക ചിന്തകളെ യേശു നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ളതായ പ്രലോഭനങ്ങൾ നാം നേരിടാറുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി,
സ്വാധീനത്തിന് വേണ്ടി, നമ്മുടെ പേര് ഉയർത്തി കിട്ടുവാൻ വേണ്ടി പല പ്രലോഭനങ്ങളെ നാം നേരിടാറുണ്ട്. എന്നാൽ അതിനെയൊക്കെയും ദൈവരാജ്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരിടുവാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി തീരുന്നത്. ദൈവരാജ്യ മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സുഖസപിതാവേ, നൽകി തന്ന അനുഗ്രഹീതമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഹിതം ആരാഞ്ഞ് ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിന് നാളുകളിൽ അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ, സ്വാർത്ഥതകളെ വെടിയുവാൻ, ദൈവഹിതം പിന്തുടരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പകലിലും ജീവിതത്തിന് നാളെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന് നടത്തിപ്പും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശ്വാസം നൽകിയ കർത്തൻ ആരോഗ്യം നൽകുന്നു തൻ സേവകർക്ക്. രക്ഷ നൽകുവാൻ താലിതാ ക്ഷണിക്കുന്നു രക്ഷാകരനേശു, വേറാരുമില്ല. രക്ഷാകരനേശു, രക്ഷാകരനേശു, രക്ഷാകര